പ്രോഗ്രാം ടു ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഡിജിറ്റ് ഇൻ എ നമ്പർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ലാർജസ്റ്റ് ഡിജിറ്റിൻ്റെ നമ്പർ ആയിരുന്നു. ഇപ്പോൾ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു, അതിലെ ലാർജസ്റ്റ് ഡിജിറ്റ് ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 789 എന്ന് കൊടുത്താൽ അതിൽ 9 എന്ന് പറഞ്ഞ ലാർജസ്റ്റ് ആണെന്നുള്ള ഡിജിറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഇനിയിപ്പോൾ ഈ കേസിൽ നമ്മൾ സ്മോളസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പം 789 7ൻ്റെ വാല്യൂ വേണം അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ലാർജസ്റ്റ് പറഞ്ഞ പ്രോഗ്രാമിനോട് വളരെ സിമിലർ ആണ്. ചെറിയൊരു ലോജിക് ചേഞ്ച് മാത്രമേ നമുക്ക് അതിൽ വരുത്താനുള്ളൂ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് വേണ്ട ഏത് നമ്പറാണോ അതിനെ റീഡ് ചെയ്തു യൂസിങ് ദ ഇൻപുട്ട് ഫംഗ്ഷൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, അതിനുള്ളിൽ എൻ്റെ നമ്പർ എന്ന് എഴുതി കാണിച്ചു തന്നു. സോ ഫസ്റ്റ് നമ്പർ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ആ നമ്പറിനെ സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുക. അതിനെ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, അതിനുള്ളിലായിട്ട് ഇൻപുട്ട് എഴുതി. അപ്പോൾ ഇൻപുട്ടിൽ കിട്ടുന്ന നമ്പറിനെ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻറ്റീജറാക്കി കൺവേർട്ട് ചെയ്തു. അത് നമ്പർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണും, സ്മോളസ്റ്റ് ഈക്വൽ ടു 9. നമുക്കറിയാം സ്മോളസ്റ്റ് ഉള്ള ഡിജിറ്റ്സിൽ നിന്ന് സ്മോളസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോ ഡിജിറ്റും എടുത്തിട്ട് കമ്പാരിസന് വേണ്ടി ഒരു ബേസ് വേണം. പക്ഷേ ഇതിനേക്കാളും ചെറുതാണെങ്കിൽ അതെല്ലാം അതാണ് സ്മോളസ്റ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാർജസ്റ്റിൻ്റെ കേസിൽ എവിടെ സ്റ്റാർട്ട് ചെയ്ത് ലാർജസ്റ്റ് ഈക്വൾ ടു 0 സെറ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 0യേക്കാളും വലുതുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മോളസ്റ്റ് ഈക്വൾ ടു 9 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഡിജിറ്റും എടുത്ത് ഇതിനേക്കാളും ചെറുതാണെങ്കിൽ അതിനെ സ്മോളസ്റ്റ് ആക്കുക. അങ്ങനെ ഓരോ പ്രാവശ്യം എല്ലാ ഡിജിറ്റും എടുത്ത് കമ്പയർ ചെയ്ത് പോകാം. ഇവിടെ നമ്മൾ ഓരോ ഡിജിറ്റും എടുത്ത് ലാർജസ്റ്റിലുള്ള 0യുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് കമ്പയർ ചെയ്തപ്പോൾ 0യേക്കാളും വലുതാണെങ്കിൽ അതിനെ ലാർജസ്റ്റ് ആക്കി. ഇനി സെക്കൻഡ് ഡിജിറ്റ് എടുത്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് വലുതെങ്കിൽ അതിനെ ലാർജസ്റ്റ് ആക്കി. അപ്പോൾ അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടെ ലാർജസ്റ്റിന് പകരം നമുക്ക് സ്മോളസ്റ്റ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് സ്മോളസ്റ്റ് ഡിജിറ്റ് 9 നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഓരോ ഡിജിറ്റും റെഡി ചെയ്തിട്ട് ഈ 9യുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ലൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് നമുക്ക് താഴെയും കാണുന്നത്. ഇവിടെ മാത്രമുള്ള ഡിഫറൻസ്, ഇഫ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ആ ലാർജസ്റ്റിലേക്ക് ആ കിട്ടിയ ഡിജിറ്റ് എന്താണോ അതെടുത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ച്, ഇഫ് ഡിജിറ്റ് ലെസ് ദാൻ സ്മോളസ്റ്റ് ആണെങ്കിൽ സ്മോളസ്റ്റിലേക്ക് നമ്മൾ ആ ഡിജിറ്റിൻ്റെ വാല്യൂ വെച്ച് അപ്ഡേറ്റ് ചെയ്യും. ബാക്കി സ്റ്റേറ്റ്മെൻറ്റിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. ഇനി എക്സാമ്പിൾ പറയുമ്പോൾ കുറേ കൂടി ക്ലിയർ ആവും. റൺ ചെയ്ത് നോക്കാം. 952 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് കരുതുക. നമുക്ക് എന്ത് കിട്ടി, സ്മോളസ്റ്റ് ഡിജിറ്റ് കൊണ്ട് 2 കിട്ടി. ഇനി 952 കൊടുക്കുമ്പോൾ നമ്മൾ ലൂപ്പിലെടുത്തു. ഇവിടെ നമ്മൾ റീഡ് ചെയ്തു, എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 952 കിട്ടി. ദെൻ നമ്മൾ ഈ വൈൽ ലൂപ്പിലേക്ക് എത്തി. സ്മോളസ്റ്റ് ഈക്വൽ ടു 9 ആക്കി ഓൾറെഡി സെറ്റ് ചെയ്തു. ദെൻ വൈൽ നം ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 952 ഈസ് ഗ്രേറ്റർ ദാൻ 0, കണ്ടീഷൻ ഈസ് ട്രൂ. ഇവിടെ നമ്മുടെ കോളം സിമ്പൽ ഉണ്ടെന്നുള്ളത് ഓർത്തോണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കിതിൽ 2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 2 കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെ മോഡ് 10 ആണ് ചെയ്യുന്നത്. സോ 952 മോഡ് 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 952 മോഡ് 10 ചെയ്താൽ 10 കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് റിമൈൻഡർ വാല്യൂ എടുക്കും. ഇപ്പോൾ 950 നമുക്കറിയാം മൾട്ടിപ്പിൾ ഓഫ് 10 ആണ്, റിമൈൻഡർ വിൽ ബി 2. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് ഈ ഡിജിറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 2 കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, ഇഫ് ഡിജിറ്റ് ഈസ് ലെസ് ദാൻ സ്മോളസ്റ്റ്. ഡിജിറ്റിൽ 2 ഉണ്ട്, സ്മോളസ്റ്റിൽ 9 ഉണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് 2 ലെസ് ദാൻ 9 ആണോ എന്ന് നോക്കുക. കണ്ടീഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ ഈസ് ട്രൂ ആണെങ്കിൽ നമ്മുടെ സ്മോളസ്റ്റിലേക്ക് എന്ത് വരണം, സ്മോളസ്റ്റ് ഈക്വൽ ടു ഏത് വാല്യൂ ആക്കുക, ഡിജിറ്റ് ആക്കുക, ദാറ്റ് ഈസ് 2. അപ്പോൾ സ്മോളസ്റ്റിലെ വാല്യൂ 9 ആയിരുന്നു, അപ്ഡേറ്റ് ചെയ്യാൻ എന്തായി 2 ആയിട്ട് മാറി. എന്നിട്ട് ഇഫ് കഴിഞ്ഞു. ഇഫിനുള്ളിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഇഫിൻ്റെ എൻഡിൽ എന്തിൻ്റെ ടെർമിനേഷന് കോൾ സിമ്പിൾ ഉണ്ട്, കണ്ടോണം. അപ്പോൾ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്മോളസ്റ്റിലെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഇഫിന് പുറത്തേക്ക് ഇറങ്ങി നം ഈക്വൽ ടു നം ബൈ 10. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഫ്ലോർ ഡിവിഷനാണ് ചെയ്യുന്നത്. സോ 952 ഫ്ലോർ ഡിവിഷൻ ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 95.2 ആണ് കിട്ടുക. നമ്മളതിൽ നിന്ന് 0.2നെ എന്ത് ചെയ്യും, ഒഴിവാക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്ലോർ ഡിവിഷൻ. അപ്പോൾ 95 ആയിരിക്കും നമ്മളുടെ ആൻസർ. അപ്പോൾ വൈൽ ലൂപ്പിൽ പ്രോസസ്സിങ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ലൂപ്പിൻ്റെ മുകളിലേക്ക് തന്നെ പോയി. ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പം നമ്പറിൻ്റെ വാല്യൂ എന്തായി, 95 ആണ്. നമുക്ക് രണ്ടാമത് ലൂപ്പിലേക്ക് വന്നേക്കുന്നത്. സോ വൈൽ 95 ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ദ ലാസ്റ്റ് ഡിജിറ്റ്. സോ 95 മോഡ് 10 എടുക്കുക. ഇപ്പോൾ 95നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്വസ്റ്റൻ വിൽ ബി 9 ആൻഡ് റിമൈൻഡർ വിൽ ബി 5. അപ്പോൾ ആ റിമൈൻഡർ വാല്യൂ ആയിരിക്കും നമ്മൾ ഡിജിറ്റിൽ ഉണ്ടാവുക. ഇനി ഇഫ് ഡിജിറ്റ് ലെസ് ദാൻ സ്മോളസ്റ്റ്. ഡിജിറ്റിൽ എന്തുണ്ട്, ഓൾറെഡി നമുക്ക് കിട്ടിയ ആ റിമൈൻഡർ വാല്യൂ 5 ഉണ്ട്. സ്മോളസ്റ്റിൽ ഇപ്പോൾ എന്താണ് വാല്യൂ, സ്മോളസ്റ്റിലെ വാല്യൂ ഇപ്പോൾ 2 ആണ്. സോ 5 ലെസ് ദാൻ 2 കണ്ടീഷൻ ട്രൂ ആണോ, അല്ല. സോ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്മോളസ്റ്റിൽ ഇപ്പോൾ ഓൾറെഡി 2 ആണ് കിടക്കുന്നത്, അത് തന്നെയാണ് സ്മോളസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് നമ്മൾ
95നെ ഫ്ലോർ ഡിവിഷൻ ചെയ്തു ബൈ 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 9.5 കിട്ടും. നമുക്ക് പറയാം ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു 0.5നെ ഒഴിവാക്കി താഴേക്ക് റൗണ്ട് ചെയ്തു 9 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അപ്പോൾ വീണ്ടും എങ്ങോട്ടേക്ക് പോയി കഴിയുമ്പം നമ്മുടെ ലൂപ്പിനുള്ളിലേക്ക് പോയി. ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ വൈൽ 9 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഇസ് ട്രൂ. നമ്മൾ എന്ത് ചെയ്യും? ഡിജിറ്റ് ഈക്വൾ ടു നം മോഡ് 10. അപ്പോൾ നമ്മൾ 9 മോഡ് 10 ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യൻ്റെ 0 ആയിരിക്കും, റിമൈൻഡർ വിൽ ബി 9. അപ്പോൾ ഡിജിറ്റിലേക്ക് 9 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇനി ഈഫ് ഡിജിറ്റ് ലെസ് ദാൻ സ്മോളസ്റ്റ്. അപ്പോൾ ഡിജിറ്റിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 9 ആണ്. സ്മോളസ്റ്റിലുള്ള എന്താണ്? 2 തന്നെയാണ്. അപ്പോൾ 9 ലെസ് ദാൻ 2 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫോൾസ് ആണ്. സോ സ്മോൾ ലിസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ബിക്കോസ് കണ്ടീഷൻ ഈസ് ഫോൾസ്. അപ്പോൾ ഇങ്ങോട്ട് പോകാത്തത് കൊണ്ട് സ്മോളസ്റ്റിലെ വാല്യൂ 2 തന്നെയായിട്ട് നമ്മൾ കീപ്പ് ചെയ്തു. നെക്സ്റ്റ് ഈഫ് കഴിഞ്ഞ് പുറത്ത് വന്നു നം ഈക്വൾ ടു നം ഫ്ലോർ ഡിവിഷൻ ബൈ 10. അപ്പോൾ നമ്മൾ 9നെ ഫ്ലോർ ഡിവിഷൻ ബൈ 10 ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.9 ആണ് നമുക്ക് നോർമലി കിട്ടേണ്ടത്. ഇനി അത് നമ്മൾ ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് താഴേക്ക് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ ഈ 0.9 നമ്മൾ ഒഴിവാക്കി ഇറ്റ് വിൽ ബി റൗണ്ടഡ് ടു 0. എന്നിട്ട് വീണ്ടും നമ്മൾ ലൂപ്പിലേക്ക് പോയി. സോ വൈൽ 0 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഈസ് ഫോൾസ്. അപ്പോൾ വൈൽ ലൂപ്പിലെ പരിപാടികൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? പുറത്തിറങ്ങി. പ്രിൻസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. പ്രിന്റ് ഫംഗ്ഷൻ്റെ ആണ് ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി അതിനുള്ളിൽ നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരേണ്ടത് എഴുതി കൊടുക്കുക. സോ ഫസ്റ്റ് ഡബിൾ കോട്ട്സിനുള്ളിലുള്ളത് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. സ്മോളസ്റ്റ് ഡിജിറ്റ് ഈക്വൽ ടു. നെക്സ്റ്റ് നമുക്കൊരു വാല്യൂ, ഈ സ്മോളസ്റ്റ് വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ പേര് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ്, ഇതൊരു ഇൻഡിജർ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് വേണം? ദേ മസ്റ്റ് ബി സെപ്പറേറ്റഡ് ബൈ എ കോമ. സോ ആ കോമ ഉപയോഗിച്ച് അതിനെ ഫോളോ ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് ഏത് വേരിയബിളാണോ ആ വേരിയബിൾ നമ്മളിവിടെ കൊടുത്തു. റൺ ചെയ്തപ്പോൾ നമുക്ക് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് സ്മോളസ്റ്റ് ഡിജിറ്റിൻ്റെ നമ്പർ. അപ്പോൾ ലാർജസ്റ്റ് ഡിജിറ്റ് നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് 2 ചേഞ്ചുകളാണ് പ്രധാനമായിട്ടും വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ലാർജസ്റ്റ് ഈക്വൾ ടു 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിട്ടാണ് ലാർജസ്റ്റിനെ പിടിക്കാൻ പോയത്. ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് ഈക്വൾ ടു 9 സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് 9 ഇസ് ദ ലാർജസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ അതിനേക്കാളും ചെറുതായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി നമ്മുടെ ലൂപ്പിനുള്ളിലെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ശരിയാണ്. ആ കൂടെ ഡിഫറൻസ് തന്നെ ഏത് പോർഷനിൽ മാത്രമാണ്? ഈ ഒരു പോർഷനിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ഇപ്പോൾ ഈ ലാർജസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഓരോ പ്രാവശ്യവും ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന ഡിജിറ്റ് ലാർജസ്റ്റിനേക്കാളും വലുതാണെങ്കിൽ അതിനെ പിടിച്ച് നമ്മൾ ലാർജസ്റ്റ് ആകും. ഇനി സ്മോളസ്റ്റിൻ്റെ കേസിലാണെങ്കിലോ ഓരോ പ്രാവശ്യവും നമുക്ക് കിട്ടുന്ന ഡിജിറ്റ് സ്മോളസ്റ്റിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ പിടിച്ച് സ്മോളസ്റ്റ് ആക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ ഗ്രേറ്റർ ദാനും ഇവിടെയാണെങ്കിൽ സ്മോളസ്റ്റ് ലെസ് ദാൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഡിഫറൻസ്. നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് വൈൽ ലൂപ്പ്. ഇപ്പോൾ ഫാക്ടോറിയൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ട് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റിക്കേർഷൻ ഉപയോഗിച്ച് ചെയ്യാം. പല രീതിയിൽ ചെയ്യാം. അപ്പോൾ എല്ലാത്തിലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോജിക്കൽ അണ്ടർലൈൻ ആയിട്ടുള്ള ലോജിക് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വൈൽ ലൂപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ഫാക്ടോറിയൽ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് പ്രോഗ്രാമിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നുവെച്ചാൽ പല രീതിയിൽ അത് ചോദിക്കാറുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്കറിയാം 1 ഫാക്ടോറിയലാണെങ്കിൽ 1 തന്നെ, 2 ഫാക്ടോറിയലാണെങ്കിൽ 1 ഇൻറ്റു 2, 3 ഫാക്ടോറിയലാകുമ്പോൾ എന്തായി 1 ഇൻറ്റു 2 ഇൻറ്റു 3, 4 ഫാക്ടോറിയലാകുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. അപ്പോൾ അതാണ് നമുക്ക് ഫാക്ടോറിയൽ വാല്യൂൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ നമ്പർ റീഡ് ചെയ്യുക. അതാണ് ഈ ഒരു പോർഷൻ. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു എൻ്റർ എ നമ്പർ. നമ്മുടെ ബ്രാക്കറ്റ് ഇൻപുട്ടിന് ബ്രാക്കറ്റ്സ് ഉണ്ടെന്നറിയാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു അതിനുള്ളിലാണ് എൻ്റർ എ നമ്പർ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും അതിനെ നമ്മൾ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻറ്റിജർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇൻ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ്സിനുള്ളിലാണ് എന്ത് കിടക്കുന്നത്? നമ്മൾ റീഡ് ചെയ്യുന്ന ഇൻപുട്ട് ഫംഗ്ഷൻ കിടക്കുന്നത്. അപ്പോൾ റീഡ് ചെയ്ത നമ്പറിനെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്ത് നം എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അതിനെ സ്റ്റോർ ചെയ്തു. ഇനി നെക്സ്റ്റ് കാണുന്ന 2 ഇനിഷ്യലൈസേഷൻ വാല്യൂസ് ആണ്, ഫാക്ട് ഈക്വൽ ടു 1 ആൻഡ് ഐ ഈക്വൽ ടു 1. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഈ ഫാക്ടോറിയലിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 1. ഇനി 2 ഫാക്ടോറിയലാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ 1 ആദ്യം നമ്മുടെ കയ്യിൽ വേണം, എന്നിട്ട് ഈ 1ൻ്റെ കൂടെയാണ് 2 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 ഫാക്ടോറിയലാണ് ചോദിക്കുന്നതെങ്കിൽ 1 ഇൻറ്റു 2 നമ്മുടെ കയ്യിൽ കണ്ടുപിടിച്ചിട്ട് വേണം 3 അതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാത്തിനും ബേസ് ആയിട്ട് വരുന്ന വാല്യൂ എന്തായിരിക്കും? ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫാക്റ്റിനെ 1 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും. ഇനി ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൗണ്ടർ വേരിയബിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നമ്പർ ഇപ്പം 12 ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് തരുന്നതെങ്കിൽ 1 മുതൽ 11 വരെയുള്ള വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു 11 വരെ പോകണം. അപ്പോൾ ആ ഒരു ഓരോ വേരിയബിൾ, അതായത് 1 മുതൽ 11 വരെ പോകണം എന്നുള്ളത് ആ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കൗണ്ടർ വാല്യൂ കീപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആവും. സോ ഐ ഈക്വൽ ടു 1 നമ്മൾ സെറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫസ്റ്റ് വാല്യൂ. ഇനി ഇതാണ് നമ്മളുടെ ലൂപ്പ്, മൾട്ടിപ്ലൈ നമ്പേഴ്സ് ഫ്രം 1 ടു നം. അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുന്നത് എന്താണോ നമ്പർ അനുസരിച്ച് വേണം നമുക്ക് വാല്യൂസ് വരാൻ. വാല്യൂ നമ്മൾ 3 ആണ് കൊടുത്തതെന്ന് വെക്കുക.
3 കൊടുത്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടണം? ഫാക്ടോറിയൽ ഓഫ് 3 6 കിട്ടണം. അപ്പോൾ ഈ നമ്മിൽ എന്തുണ്ട്? ഇപ്പോൾ 3 ഉണ്ട്. ഇനി വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം. അപ്പോൾ നമുക്കറിയാം ഐയുടെ വാല്യൂ എന്താണ്? നമ്മൾ 1 ആക്കിയാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നമ്മിൽ നമ്മൾ കൊടുത്തത് 3 ആണ്. ഇപ്പോൾ കണ്ടീഷൻ എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ഈസ് ട്രൂ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ. അവിടെ നമ്മൾ ഫാക്റ്റിൽ ഇപ്പോൾ ഓൾറെഡി എന്ത് വാല്യൂ ആണുള്ളത്? 1 ആണുള്ളത്. സോ ഫാക്ട് ഈക്വൽ ടു 1 ഇൻറ്റു ഐയിൽ എന്തുണ്ട്? ഐയിൽ ഫസ്റ്റ് നമ്പർ കൗണ്ടർ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഫാക്ട് ഈക്വൽ ടു എന്തായി? 1 തന്നെ. സോ ഫാക്ട് ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഐയിൽ 1 ഉണ്ടായിരുന്നു, ഫാക്റ്റിലും 1 ഉണ്ട്. അപ്പോൾ 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്തായിട്ട് കാണും? ഐ ഈക്വൽ ടു 2 ആയിട്ട് മാറി. സോ 1 ആയിരുന്നു, 1 പ്ലസ് 1 ചെയ്ത് 2 ആയി. വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോയി, നമ്മളെ ലൂപ്പിലേക്ക് പോയി. സോ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം. നമ്മിന് ഇതുവരെ ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ റീഡ് ചെയ്ത നമ്പർ 3 ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ആണോ എന്ന് നോക്കി. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഉള്ളിൽ കയറി. ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ. ഫാക്റ്റിൽ ഇപ്പോൾ ഓൾറെഡി എന്താണുള്ളത്? 1 ആണുള്ളത്. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 2 ആണ്. സോ 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നമ്മുടെ ഫാക്ട് എന്ന വേരിയബിൾ ഉണ്ടാവുക. അപ്പോൾ ഫാക്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. 1 ഇൻറ്റു 2 വരെ എത്തി, അതായത് 2 ഫാക്ടോറിയൽ വരെ എത്തി. നെക്സ്റ്റ് വീണ്ടും ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. അപ്പോൾ ഐയുടെ വാല്യൂ ഓൾറെഡി 2 ആയിരുന്നു. 2 പ്ലസ് 1 ചെയ്ത് എന്തായിട്ട് മാറിയത്? 3 ആയിട്ട് മാറി. നെക്സ്റ്റ് വീണ്ടും നമ്മൾ ലൂപ്പിലേക്ക് തന്നെ പോയി. സോ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം. നമ്മിന് ചേഞ്ച് ഒന്നുമില്ല. ഐ പക്ഷേ അപ്ഡേറ്റ് ചെയ്ത് എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇപ്പോൾ 3 ലെസ് ദാൻ 3 എന്നാണെങ്കിൽ ഇവിടെ കണ്ടീഷൻ നമുക്ക് ഫോൾസ് ആയേനെ. പക്ഷേ ഇവിടെ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഉള്ളതുകൊണ്ട് അതിന് മീനിങ് എന്താ? അപ്പുറത്തും ഇപ്പുറത്തും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാൽ മതി. അപ്പോൾ ഈക്വൽ ടു ആണല്ലോ അപ്പോൾ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഈസ് ട്രൂ. നമ്മൾ വീണ്ടും ലൂപ്പിനുള്ളിൽ കയറി. ഫാക്റ്റിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 2 ആണ്. 2 നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം? ഫാക്ട് ഇൻറ്റു ഐ. ഐയിലെ വാല്യൂ എന്താണ്? 3 ആണ്. സോ 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫാക്റ്റിലെ വാല്യൂ 2 ഉണ്ട്, ഐയിലെ വാല്യൂ 3 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നത് എന്താണ്? 3 ആയിരുന്നു. അപ്പോൾ നമ്മളതിനെ 3 പ്ലസ് 1 ചെയ്ത് എന്തായിട്ട് മാറ്റി? 4 ആക്കി മാറ്റി. എന്നിട്ട് വീണ്ടും നമ്മൾ വൈൽ ലൂപ്പിലെത്തി. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 4 ആണ്. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? കണ്ടീഷൻ ഈസ് ഫാൾസ്. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ പ്രിൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നു. പ്രിൻറ്റിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി അതിനുള്ളിൽ നമ്മൾ ഇപ്പോൾ 4 വാല്യൂ 4 ടൈപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എഴുതി കാണിക്കുന്ന ഫാക്ടോറിയൽ ഓഫ് എന്നൊരു സ്ട്രിങ് അങ്ങനെ കാണിക്കണം. അതുകൊണ്ട് നമ്മളതിനെ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തു. ഇനി ഫാക്ടോറിയൽ ഓഫ് ഏത് നമ്പറാണ്? നമ്മൾ റീഡ് ചെയ്ത ഈ വേരിയബിളിലുള്ള നമ്പർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് സ്ട്രിങ് ആണ്, ദിസ് ഇസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ത് വന്നു? കോമ വന്നു. ഇനി ഫാക്ടോറിയൽ ഓഫ് 3 വരെയായി. ഇനി നെക്സ്റ്റ് ഈസ് എന്ന് പറഞ്ഞ സ്ട്രിങ് എഴുതി കാണിക്കണം. അതുകൊണ്ട് വീണ്ടും കോമ കൊടുത്ത് ഡബിൾ കോട്ട്സിനുള്ള സ്ട്രിങ് കൊടുത്തു. അപ്പം ഈസ് എന്ന് ഇവിടെ വരെ ഡിസ്പ്ലേഡ് ആയി. നെക്സ്റ്റ് നമുക്ക് എന്താ കിട്ടേണ്ടത്? ഫാക്ടോറിയലിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. സോ ഈ വേരിയബിളിലാണ് വാല്യൂ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ വേരിയബിളിൻ്റെ പേര് അവിടെ കൊടുത്തു. നമുക്കറിയാം ഇതൊരു സ്ട്രിങ് ആണ്, ഇത് ഇൻറ്റിജറാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമ്മൾ കോമ യൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് 3 കോമ. ഫസ്റ്റ് ഒരു സ്ട്രിങ്, ദെൻ ഒരു ഇൻറ്റിജർ, ദെൻ അഗെയിൻ ഒരു സ്ട്രിങ്, ദെൻ ഒരു ഇൻറ്റിജർ. സോ ഫാക്ടോറിയൽ ഓഫ് 3 ഈസ് 6. ഒന്നുകൂടെ റൺ ചെയ്യാം. ഫാക്ടോറിയൽ ഓഫ് 5 ചെയ്താൽ നമുക്ക് ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അറിഞ്ഞിരിക്കുക. എന്താണ്? ഫാക്ടോറിയലിൻ്റെ വാല്യൂ ഇനിഷ്യലി നമ്മൾ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ കൗണ്ടർ വാല്യൂ നമ്മൾ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ കൗണ്ടറിൻ്റെ പർപ്പസ് നമുക്ക് പറഞ്ഞു, 5 ഫാക്ടോറിയൽ ആണെങ്കിൽ ആദ്യം 1 എടുക്കണം, പിന്നെ 2 എടുക്കണം, പിന്നെ 3 എടുക്കണം, പിന്നെ 4 എടുക്കണം, പിന്നെ 5 എടുക്കണം. ഇത്രയും വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോന്നോരോന്ന് നെക്സ്റ്റ് നമ്പറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഐ യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും നമ്മൾ ലൂപ്പിനുള്ളിൽ കയറുമ്പോൾ ഐയുടെ വാല്യൂ 1 കൂട്ടും. അപ്പോൾ ഫസ്റ്റ് 1 എടുത്തെങ്കിൽ രണ്ടാമത് കിട്ടും 2 കിട്ടും. സോ 1 ഇൻറ്റു 2 കണ്ടുപിടിക്കാം. നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം കയറുമ്പോഴത്തേക്ക് ഐ ഒന്നും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്തു, 3 ആയി. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 നമുക്ക് അവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൗണ്ടർ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത്.